ബിരിയാണി തിന്നിട്ട് ചൂരലിന്റെ മറ്റേ ആട്ടോട്ടിലുണ്ടല്ലോ അതിങ്ങനെ ആടിക്കൊണ്ട് ജിന്നെ സഹായിക്കണേ പറഞ്ഞാലും കൊടുത്ത് ശിർക്ക, ജിന്നെ സഹായിക്കണേ പറഞ്ഞാലും കൊടുത്ത് ശിർക്ക, ജിന്നെ സഹായിക്കണേ പറഞ്ഞാലും കൊടുത്ത് ശിർക്ക. യാതൊരു സംശയമല്ല, അതിന് പൊയി ചാടേണ്ട ആവശ്യമൊന്നുമില്ല. ആളുകൾ അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. ഒരു വലിയ ദുർവ്യാഖ്യാനങ്ങളൊന്നും ആലോചിച്ച് നോക്കി. ജിന്നിനോട് തേടുന്ന തേട്ടത്തിൽ അല്ല പറഞ്ഞത് ഷിർക്ക് എന്ന്, ഷിർക്ക് മാത്രം പറഞ്ഞു, വേറൊന്നും പഠിപ്പിച്ചില്ല. ജിന്നെ സഹായിക്കണമെന്ന് പറഞ്ഞാൽ ഇന്നേ സഹായിക്കണമെന്ന് പറഞ്ഞാൽ ഇന്നേ സഹായിക്കണമെന്ന് പറഞ്ഞാൽ ഷിർക്കാണ് എന്നല്ലാതെ അതിനെ പടച്ചോൻ രണ്ടായിട്ട് തിരിച്ചിട്ടില്ല ഖുർആനിലും ഹദീസിലും. 2007 ഏപ്രിൽ മാസത്തെ ഇസ്ലാഹ് മാസികയിൽ അബ്ദുൽ ജബ്ബാർ മൗലയുടെ ലേഖനത്തിൽ എഴുതിയ പോലെ രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞു നീങ്ങുന്ന ഒരാൾ ഒരു ശബ്ദം കേൾക്കുകയും ആളെ കാണാതിരിക്കുകയും ശബ്ദത്തിന്റെ ഉടമ ജിന്നായിരിക്കാം എന്ന് വിശ്വസിച്ചുകൊണ്ട് അയാൾ ജിന്നെ എന്നെ സഹായിക്കാമോ, എനിക്ക് വെളിച്ചം തരാമോ, ജിന്നെ എന്നെ സഹായിക്കാമോ, എനിക്ക് വെളിച്ചം തരാമോ എന്നിങ്ങനെ സഹായാർത്ഥന നടത്തുകയും ചെയ്താൽ ആ സഹായാർത്ഥന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യവും അഭൗതികമായ ജിന്നിനോടായതിനാൽ ജിന്നിനോട് മനുഷ്യൻ നടത്തുന്ന സഹായാർത്ഥനകളിൽ ശിർക്കല്ലാത്തത് ഉണ്ടെന്നതിന് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സൂറത്തുൽ അൻആം 128 ആയത്ത് തെളിവായി ധരിക്കുന്നതും ദുർവ്യാഖ്യാനമാണ്. കളവേ പറയൂ, അതേ ശീലിച്ചിട്ടുള്ളൂ, ആ നിർബന്ധമായി മറ്റുള്ളവർ സ്വീകരിക്കണം, ആ നിലപാട് ശരിയല്ല. ഇവിടെ ഒരു സാധു അഹമ്മദ് നന്ദി എന്ന് പറയും, സലാലയിലുള്ള കുറെ കാലം ഉണ്ടായിരുന്നു. മടവൂരിസം പിരിയണ കാലത്ത് ഇങ്ങോട്ടിക്കണോ അങ്ങോട്ടിക്കണോ 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 പറഞ്ഞ അവസാനം അങ്ങോട്ട് തന്നെ എന്തോ അയാളിപ്പോ ഒരു നോട്ടീസ് ഇറക്കിയാണ്. സക്കരിയ സലാഹിക്ക് ഒരു തുറന്ന കത്തിൽ ഒറ്റപ്പെട്ട ജീവൻ പോലും അപകടത്തിലാവുന്ന അവസ്ഥ വരെ ഉണ്ടായി. സെയ്ദ് മൗലവി, കെ എം മൗലവി, അലി മൗലവി, ഉമർ മൗലവി, ചെങ്ങന്നൂരിൽ താങ്കളടക്കം അവിടുന്നൊക്കെ നമ്മൾ രക്ഷപ്പെട്ട അള്ളാഹുവിന്റെ സഹായം കൊണ്ട് മാത്രമായിരുന്നു. ഈ സന്ദർഭങ്ങളിൽ നിന്നും താങ്കളടക്കമുള്ളവരും യാ ഇബാദല്ലാ എന്ന് വിളിച്ചതായി ഇന്നലെ വരെ അറിയാൻ കഴിഞ്ഞിട്ടില്ല. മുൻകാല നേതാക്കളാരും അത് പഠിപ്പിച്ചിട്ടില്ല. യാ ഇബാദല്ലാ ആരും കാണാത്തത് കൊണ്ടല്ല, മറിച്ച് ഇത്തരം സന്ദർഭങ്ങളിൽ ലഹുല്ലാഹ മുഖ്ലിസീൻ ലഹുദ്ദീൻ, ദഅവുല്ലാഹ നീതി കൊടുത്തതാവും. ആത്മാർത്ഥമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാനാണ് അവർ നമ്മെ പഠിപ്പിച്ചത്. നോക്കാൻ നിങ്ങള്. അപ്പൊ ഈ സാധു ഒന്നുകിൽ തെറ്റിദ്ധരിച്ചിട്ടുള്ളത് നമ്മളിപ്പോ പറയണത് വിജനമായ സ്ഥലത്ത് എന്ന യാ അള്ളാ എന്നല്ല വിളിക്കേണ്ടത്, യാ ഇബാദല്ലാ എന്നാണ് വിളിക്കേണ്ടത്. നിങ്ങൾക്ക് 100 കണക്കിന് ഞങ്ങളെ സീഡി ഞങ്ങൾ കയ്യിൽ തരാം. ഏതെങ്കിലും ഒരു സീഡിയിൽ വിജന സ്ഥലത്ത് വെച്ച് യാ ഇബാദല്ലാ എന്നാണ് വിളിക്കേണ്ടത്, യാ അള്ളാ എന്നല്ലാന്ന് ഞങ്ങൾ പറഞ്ഞ് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ? നിങ്ങൾ കുസുകുസു പറഞ്ഞെടുക്കല്ലേ, മനസ്സിലായില്ലേ? അപ്പൊ എവിടെ നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കും? അപ്പൊ യാ അള്ളാ തന്നെ എവിടുന്നും വിളിക്കേണ്ടത്, വിജന സ്ഥലത്തും ജനസ്ഥലത്തുനിന്നും പുഴയിന്നും കടലിന്നും എല്ലായിടത്തുനിന്നും. ചിലവർക്ക് ഇപ്പൊ ദ്വാ ആകണമെങ്കിൽ പുഴയിൽ ചാടണം, ദ്വാ ആകണമെങ്കിൽ കടലിൽ പോകണം. എന്നിട്ടോ വിഷമം കൊടുമ്പിരിക്കൊള്ളണം, അപ്പോഴേ ദ്വാ ആകുള്ളൂ. ഒരു കൊടുമ്പിരിയും വേണ്ട, നല്ല ബിരിയാണിയും തിന്നിട്ട് ചൂരലിന്റെ മറ്റേ ആട്ടോട്ടിലുണ്ടല്ലോ അതിങ്ങനെ ആടിക്കൊണ്ട് ജിന്നെ സഹായിക്കണേ പറഞ്ഞാലും കൊടുത്ത് ശിർക്ക, ജിന്നെ സഹായിക്കണേ പറഞ്ഞാലും കൊടുത്ത് ശിർക്ക, ജിന്നെ സഹായിക്കണേ പറഞ്ഞാലും കൊടുത്ത് ശിർക്ക. യാതൊരു സംശയമല്ല, അതിന് പൊയി ചാടേണ്ട ആവശ്യമൊന്നുമില്ല. ആളുകൾ അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. അനീ പറഞ്ഞില്ലേ, കറണ്ട് പോയി, ആകെ ഇരുട്ട്, ഭയങ്കര പ്രശ്നമാണ്. കറണ്ട് പോയാല് ദ്വാ ആകണ്ടേ? അപ്പൊ വെളിച്ചം തരുമെന്നല്ല ദ്വാണ്. എന്താ പറയാ, അങ്ങനെ ഉണ്ടാക്ക ദ്വാ ആക്കാണ്. മനസ്സിലായേ? എപ്പോഴാണ് ഈ വിളി? വെള്ളത്തിൽ കാലിട്ടടിക്കുമ്പോഴാണ് ഈ വിളി. വിളിയണ്ട് ദ്വാ ആക്കേണ്ട ആവശ്യമല്ല. ദ്വാ എല്ലാവർക്കും പറഞ്ഞാൽ മനസ്സിലാകുന്നതാണ്. അപ്പൊ ഈ സാധുക്കളൊക്കെ വിചാരിച്ചിട്ടുള്ളത് നമ്മളിപ്പോ വിജന സ്ഥലത്ത് യാ ഇബാദല്ലാ എന്ന് വിളിക്കാൻ പഠിപ്പിക്കുന്ന അത് ഹദീസ് ദുർബലമാണ്, അതുകൊണ്ട് അമൽ ചെയ്യാൻ പാടില്ല. അത് നമ്മളെല്ലാരും യോജിപ്പാ. ഒരാള് യാ ഇബാദല്ലാ വിളിക്കാൻ പാടില്ല. പിന്നെന്താ തർക്കം? യാ ഇബാദല്ലാ എന്ന വിളിയിൽ പ്രാർത്ഥന ഇല്ല, അതുകൊണ്ട് അല്ലാത്തോട് പ്രാർത്ഥിക്കാൻ അതിൽ തെളിവില്ല. കാരണം എന്താ? ആ ഹദീസിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇന്നലില്ലാഹി ഫിൽ അർളി ഹാദിറൻ, ആ പ്രദേശത്ത് ഹാദിറായ ചിലരുണ്ട്, ഇബാദൻ ലാ നറാഹും, നമ്മൾ കാണാത്ത അടിമകൾ. ഹാദിറായാലും നമ്മൾ കാണാത്ത ആരാ? മനുഷ്യന്മാരാ. ഇപ്പൊ അതാണ് കോക്കസേർ മണ്ടിയേരിയോ എന്ന് പറഞ്ഞാൽ അത് ആരും ഉദ്ദേശിച്ചിട്ടാ? ജിന്നുകളെ മണ്ടിയേരിയോന്നാ? അല്ലല്ലോ, മനുഷ്യന്മാരേന്നാ. ശബ്ദം കേൾക്കുന്നിടത്ത് മനുഷ്യന്മാരുണ്ടെങ്കിൽ ഓടി വരട്ടെ എന്നാണ്. അതുപോലത്തെ വിളിയാണ്. അതുപോലത്തെ തന്നെ കുഴപ്പമില്ല. അപ്പൊ ജായിസായി. മണ്ടിയേരിയോ എന്നുള്ള വിളി ജായിസല്ലേ? അപ്പൊ യാ ഇബാദല്ലാ എന്നുള്ള വിളി ഓൽക്ക് ജായിസാണ്. മനസ്സിലായില്ലേ? അപ്പൊ മനുഷ്യരെ ഉദ്ദേശിക്കുന്ന കാര്യത്തിൽ മാത്രമാണോ ആ തസ്ബീഹ് എങ്കിൽ അത് തെറ്റാണ്.
മനസ്സിലായില്ലേ? യാ ഇബാദല്ലാ എന്ന വിളി കൊണ്ട് മനുഷ്യരാരെയല്ല ഉദ്ദേശിക്കുന്നത്. മനുഷ്യരാകട്ടെ, അദൃശ്യസിദ്ധികളായ ജിന്നുകളാകട്ടെ, മലക്കുകളാകട്ടെ എന്നാ മണ്ണാർക്കാട് ഞാൻ പറഞ്ഞത്. പക്ഷേ ആരാണെങ്കിലും അതിൽ പ്രാർത്ഥനല്ല, നമ്മൾ തമ്മിൽ തർക്കത്തിലുള്ള ഇസ്തിഗാസല്ല. അതുകൊണ്ട് ആ വിളി ശിർക്കല്ല. ഇതാണ് തർക്കത്തിന്റെ മർമ്മം മനസ്സിലാക്കാതെ അഹമ്മദ് സാഹിബ് എന്തെങ്കിലുമൊക്കെ എഴുതി വിട്ടിട്ടുള്ളത്.